ഇനി നിങ്ങൾക്കും ബിസിനസ് ആരംഭിക്കാം. 35% വരെ സബ്സിഡിയോടെ 50 ലക്ഷം വരെ വായ്പ ലഭിക്കും. കോഴി, തേനീച്ച, താറാവ്, എരുമ, ആട് എന്നിവയുടെ ഫാമുകൾക്ക് ഉയർന്ന സബ്സിഡിയോടെ വായ്പ ലഭിക്കും. ട്രാൻസ്പോർട്ടേഷൻ വാഹനങ്ങൾ, ഓട്ടോ ടാക്സികൾ വാങ്ങാനും ഹോട്ടലുകൾക്കും മാത്രമല്ല, പശുവിനെ വളർത്തി പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാമുകൾക്കും ഇതേ രീതിയിൽ വായ്പ ലഭിക്കും. വാഴ, തെങ്ങ് അടക്കം നേരിട്ടുള്ള കൃഷിക്കോ, ചരക്കുവാഹനങ്ങൾ, പുകയില, മദ്യം, മാംസം എന്നിവയുടെ സംസ്കരണത്തിനോ, ടെസ്റ്റിംഗ് ലാബുകൾ, പരിശീലന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ജിംനേഷ്യം, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ ഏതാനും മേഖലകളിലും വായ്പ ലഭിക്കില്ല. മറ്റെല്ലാത്തരം സംരംഭങ്ങൾക്കും പ്രവൃത്തികൾക്കും വായ്പ ലഭിക്കും. മാർജിൻ മണി ഗ്രാന്റ് എന്നാണ് സബ്സിഡി അറിയപ്പെടുക. മാർജിൻ മണി 3 വർഷത്തേക്കു ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി സൂക്ഷിക്കണം. അതിനുശേഷം പ്രവർത്തനം വിലയിരുത്തി വായ്പ കണക്കിലേക്ക് വരവ് വയ്ക്കും. സബ്സിഡി തുകയ്ക്കും വായ്പത്തുകയ്ക്കും ഒരേ പലിശ നിരക്ക് ആയിരിക്കും. അറിയേണ്ട വസ്തുതകൾ: പുതുതായി നിർമ്മാണ സേവന സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ പരിധിയില്ലാതെ വായ്പ ലഭിക്കും. പക്ഷേ നിർമ്മാണ മേഖലയിൽ 50ഉം സേവന മേഖലയിൽ 20 ലക്ഷം രൂപ വരെ മുടക്കുമുതലുള്ള പദ്ധതികൾക്കാണ് സബ്സിഡി ലഭിക്കുക. ഗ്രാമങ്ങളിൽ പ്രത്യേക വിഭാഗത്തിലെ സംരംഭകർക്കു 35ഉം നഗരങ്ങളിൽ 25% സബ്സിഡി. പൊതുവിഭാഗത്തിന് പഞ്ചായത്തിൽ 25ഉം മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് 15% കിട്ടുക. സ്ത്രീകൾ, SC/ST, OBC മതന്യൂനപക്ഷങ്ങൾ, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവരെല്ലാം പ്രത്യേക വിഭാഗത്തിൽ വരും. പങ്കാളിത്ത സ്ഥാപനങ്ങൾ, ലിമിറ്റഡ് കമ്പനികൾ എന്നിവയ്ക്ക് വായ്പ ലഭിക്കില്ല. നിലവിൽ സഹകരണ ബാങ്കുകളിലെ വായ്പയ്ക്കും സബ്സിഡി ലഭിക്കും. 3 മുതൽ 7 വർഷം വരെയാണ് തിരിച്ചടവ് കാലാവധി. ഉയർന്ന പ്രായപരിധി ഇല്ല. 18 വയസ്സ് പൂർത്തിയായവർക്ക് വായ്പ ലഭിക്കുമെന്നു മാത്രമല്ല, ഉയർന്ന പ്രായപരിധിയുമില്ല. നിർമ്മാണ സ്ഥാപനത്തിനു 10 ലക്ഷവും സേവന സ്ഥാപനങ്ങൾക്ക് 5 ലക്ഷവും വായ്പ ലഭിക്കാൻ അപേക്ഷകൻ 8ാം ക്ലാസ് വരെ പഠിച്ചിരിക്കണം. കച്ചവടത്തിനും വായ്പ. വ്യാപാര സ്ഥാപനങ്ങൾക്കും വ്യവസ്ഥകളോടെ വായ്പ ലഭിക്കും. ഖാദി, PMGP യൂണിറ്റുകളുടെ നിർമ്മാണ സേവന സ്ഥാപനങ്ങളുടെ റീടെയിൽ ഔട്ട്ലെറ്റുകൾ ആണെങ്കിൽ വായ്പയ്ക്ക് പരിഗണിക്കും. വനിതകൾക്ക് 30% സംവരണം. സംരംഭകത്വ പരിശീലനം. 2 ലക്ഷം രൂപ വരെ നിക്ഷേപമുള്ളവയ്ക്ക് സംരംഭകത്വ പരിശീലനം നിർബന്ധമില്ല. 5 ലക്ഷം വരെയുള്ളവയ്ക്ക് 5 ദിവസത്തെ സംരംഭകത്വ പരിശീലനത്തിൽ പങ്കെടുക്കണം. കൂടുതൽ നിക്ഷേപം ഉള്ളവയ്ക്ക് 10 ദിവസ പരിശീലനം നേടണം. എങ്കിലേ സർക്കാർ സബ്സിഡിക്ക് അർഹത ഉണ്ടാവുകയുള്ളൂ. ഓട്ടോയ്ക്ക് 3 ലക്ഷം കവിയരുത്. ഇപ്പോൾ 3 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപത്തിന് ഒരു തൊഴിൽ നൽകണം എന്നാണ് വ്യവസ്ഥ. അതിനാൽ ഓട്ടോറിക്ഷ പോലുള്ളവ വാങ്ങാൻ 3 ലക്ഷം രൂപയിൽ കവിയരുത്. കിട്ടും തുടർ വായ്പ 1 കോടി രൂപ വരെ. സംരംഭകർക്ക് ആശ്രയിക്കാവുന്ന മികച്ച ഒരു വായ്പ പദ്ധതിയാണ്. PMGP തുടങ്ങിയവയിൽ 80%വും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നത് പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുന്നു എന്നതിനു തെളിവാണ്. മാത്രമല്ല, പദ്ധതി പ്രകാരം വായ്പ എടുത്തു സംരംഭം നടത്തുന്നവർക്ക് ഇപ്പോൾ വിപുലീകരണത്തിനായി അധിക വായ്പ അനുവദിക്കും. നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് 1 കോടി രൂപ വരെയും സേവന സ്ഥാപനങ്ങൾക്ക് 20 ലക്ഷം രൂപ വരെയുമാണ് ഇങ്ങനെ അനുവദിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.vaccinline.gov.in. എവിടെ അപേക്ഷിക്കണം? ഇതുവരെ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾക്കു മാത്രമായിരുന്നു അനുമതി. 2008 മുതൽ നടപ്പാക്കി വന്നിരുന്ന ഈ പദ്ധതി കൂടുതൽ സംരംഭകരെ ആകർഷിക്കാവുന്ന രീതിയിൽ പരിഷ്കരിച്ചിരിക്കുകയാണ്. ഗ്രാമ-നഗര വ്യത്യാസം ഇല്ലാതെ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് എല്ലാ നിർവഹണ സ്ഥാപനങ്ങൾക്കും അധികാരമുണ്ട്. ഖാദി ബോർഡ്, ഖാദി കമ്മീഷൻ, കെയർ ബോർഡ് എന്നിവയ്ക്കും മുനിസിപ്പൽ പ്രദേശത്തെ അപേക്ഷകൾ കൈകാര്യം ചെയ്യാം. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, KVSE, ഖാദി ബോർഡ്, കെയർ ബോർഡ്, ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ എന്നീ ഏജൻസികൾ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഖാദി കമ്മീഷനാണ് ഈ പദ്ധതിയുടെ നോഡൽ ഏജൻസി.